ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ MCQ ആണ്. സോ ഈ MCQന്റെ ക്വസ്റ്റ്യൻസും അലോങ് വിത്ത് അതിന്റെ ആൻസേഴ്സും ആയിരിക്കും നമ്മൾ ഇന്നത്തെ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് ആപ്ലിക്കേഷൻ? 2 വർഷം മുമ്പ് UGC നെറ്റ് എക്സാമിന് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് വാട്സപ്പ്, ഗൂഗിൾ ടോക്ക്, വൈബർ. സോ ഈ ക്വസ്റ്റ്യൻ കൊണ്ട് UGC ഉദ്ദേശിക്കുന്നത് ബേസിക് ലെവലിൽ കമ്പ്യൂട്ടിംഗ് നോളജ് അല്ലെങ്കിൽ ബേസിക് ലെവലിലെ കണക്ടിവിറ്റിയും അതേപോലെ മെസ്സേജിങ് ആപ്ലിക്കേഷൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളത് വൈബർ മാത്രമാണ്. ഗൂഗിൾ ടോക്കും വാട്സപ്പും നോർമൽ കേസിൽ നമുക്ക് ഫെമിലിയർ ആയിരിക്കും. ഇത് രണ്ടും മെസ്സേജിങ് ആപ്ലിക്കേഷൻസ് ആണെന്ന് നമുക്കറിയാം. സോ വൈബർ പോലുള്ള മറ്റ് മെസ്സേജിങ് ആപ്ലിക്കേഷൻസും ഉണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത്. സോ അതിനുവേണ്ടി കുറച്ച് മെസ്സേജിങ് ആപ്ലിക്കേഷൻസിന്റെ എക്സാമ്പിൾസ് ഞാൻ തരുന്നു. ഒന്നാമതായിട്ട് വാട്സപ്പ്, ദാറ്റ് വി നോ, സ്കൈപ്പ്, എസ്റ്റോക്സ്, വൈബർ, ദിസ് വാസ് ആസ്ക്ഡ്. Then Meebo, Kik, WeChat, Messenger. All these are examples for instant messaging applications. So ഒരു ഇൻഡിവിജ്വലിൽ നിന്നും മറ്റൊരു ഇൻഡിവിജ്വലിലേക്ക് മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ആപ്സ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് വഴി കണക്ട് ചെയ്യുന്ന മെസ്സേജിങ് ആപ്ലിക്കേഷൻസ് ആണ് ഇതെല്ലാം. ഓക്കെ, സോ റൈറ്റ് ആൻസർ ഫോർത്ത് വൺ ആയിരുന്നു, A, B ആൻഡ് C. ഓൾ ദീസ് ആർ മെസ്സേജിങ് ആപ്ലിക്കേഷൻസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ കമ്പ്യൂട്ടർ എ ബൈറ്റ് ജനറലി കൺസിസ്റ്റ് ഓഫ്. ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ബിറ്റ് ആണ് എന്നുള്ളതാണ് ചോദ്യം ചോദിച്ചിരുന്നത്. സോ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്നും ക്ലിയർ ആയിട്ട് അറിയാം, ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റ് ആണ്. അത് മനസ്സിലാക്കാനായി നോക്കുക, ഈ ടേബിളിൽ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു ബൈറ്റ് എന്ന് പറയുന്നത് 8 ബിറ്റ് ആണ്. ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ബിറ്റ് ആണ്. ബിറ്റ് ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ആണ്. ആ ബിറ്റിൽ നിന്നും 8 ബിറ്റ് ചേർന്ന് കഴിഞ്ഞാൽ ഒരു ബൈറ്റ് ആയിട്ട് മാറും. അതിന്റെ സിമ്പൽ B ആണ്. ദെൻ 1024 ബൈറ്റ്സ് ചേരുന്നതാണ് ഒരു കിലോ ബൈറ്റ്. വീണ്ടും 1024 കിലോ ബൈറ്റ്സ് ചേർന്ന് കഴിഞ്ഞാൽ ഒരു മെഗാബൈറ്റ് ആയി മാറും. 1024 മെഗാബൈറ്റ്സ് ചേർന്ന് കഴിഞ്ഞാൽ ഒരു ജിഗാബൈറ്റ് ആയിട്ട് മാറും. ദെൻ വീണ്ടും 1024 ജിഗാബൈറ്റ്സ് ചേർന്ന് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ടെറാബൈറ്റ്. ഈ ടെറാബൈറ്റ് വരെയുള്ള നോളജ് ആണ് നമുക്ക് കൃത്യമായിട്ടും ഉണ്ടായിരിക്കേണ്ടത്. അതിന് മുകളിലായിട്ട് പെറ്റാബൈറ്റ് വരുന്നുണ്ട്, എക്സാബൈറ്റ് വരുന്നുണ്ട്, ദെൻ സെറ്റാബൈറ്റ്, യോട്ടാബൈറ്റ്, ബ്രോൺചോബൈറ്റ്, ജിയോബൈറ്റ്. ഇത്രയും അഡീഷണൽ തിങ്സ് ഉണ്ട്. ഇവൻ ദോ നമുക്ക് ബേസിക് ലെവലിൽ ടെറാബൈറ്റ് വരെയുള്ള കൃത്യമായിട്ടുള്ള അവയർനെസ് ഉണ്ടായിരിക്കണം. സോ ക്വസ്റ്റ്യൻ പ്രകാരം നമ്മളോട് ചോദിച്ചിരുന്നത് ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ബിറ്റ് ആണെന്നാണ്. ആൻസർ ഈസ് 8 ബിറ്റ്സ്. ഓക്കെ, സോ ദാറ്റ് വാസ് ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ. മൂവിങ് ഓൺ ടു ദി തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻപുട്ട് ഡിവൈസ്? സോ ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസസും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അതിനു വേണ്ടിയാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് തന്നിരിക്കുന്ന ഡിവൈസസ് എല്ലാം സിമ്പിൾ ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. മൈക്രോഫോൺ നമ്മളുടെ ശബ്ദത്തെ കമ്പ്യൂട്ടറിലേക്ക് എത്തിക്കുന്നു. സോ മൈക്രോഫോൺ എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. അതേപോലെ കീബോർഡ്, ആൽഫബറ്റ്സ് നമുക്ക് കമ്പ്യൂട്ടർ വഴി ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നു, എഗെയിൻ ഇൻപുട്ട് ഡിവൈസ് ആണ്. ജോയ്സ്റ്റിക് ഗെയിമിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ആണ്. മോണിറ്റർ മാത്രമാണ് ഇവിടെ ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ട് വരുന്നത്. സോ മോണിറ്റർ ഇസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, സോ ഈ ഒരു ഐഡിയക്ക് വേണ്ടി നമുക്ക് കുറച്ച് ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസസും ചെക്ക് ചെയ്യാം. ഇൻപുട്ട് ഡിവൈസസിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഒരു ടച്ച് സ്ക്രീൻ, മോണിറ്റർ തന്നെ ടച്ച് സ്ക്രീൻ ആണെങ്കിൽ അതൊരു ഇൻപുട്ട് ഡിവൈസസും ഇൻപുട്ട് ആസ് വെൽ ആസ് ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. രണ്ടും ഒരേ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ പറയുന്ന ഇൻപുട്ട് ഡിവൈസ് ടച്ച് സ്ക്രീൻ. അതേപോലെ ക്യാമറ, ദെൻ സ്കാനർ, മൈക്രോഫോൺ, ജോയ്സ്റ്റിക്, മൗസ്, കീബോർഡ്, വെബ്ക്യാം, ട്രാക്ക് ബോർഡ്, ഇതെല്ലാം ഇൻപുട്ട് ഡിവൈസസിന് എക്സാമ്പിൾ ആണ്. ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസിന്റെ ഒരു കമ്പാരിസൺ നമുക്ക് എടുക്കാം. ഇൻപുട്ട് ഡിവൈസ് നമ്മൾ പറഞ്ഞതുപോലെ കീബോർഡ്, ജോയ്സ്റ്റിക്, ഒപ്റ്റിക്കൽ പെൻ, സ്കാനർ, ബാർകോഡ് റീഡർ, ഇതെല്ലാം ഇൻപുട്ട് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് ഡിവൈസസിന് എക്സാമ്പിൾ ആണ് ഹെഡ്ഫോൺ, ഹെഡ്സെറ്റ്, ലേസർ പ്രിന്റർ, പ്ലോട്ടർ, ഇങ്ക്ജെറ്റ് പ്രിന്റർ, സ്പീക്കർ, സ്ക്രീൻ എക്സെട്ര. സോ ഇതെല്ലാം സ്ക്രീൻ ഉദ്ദേശിക്കുന്നത് മോണിറ്റർ. ഇതെല്ലാം
ഔട്ട്പുട്ട് ഡിവൈസസിന് എക്സാമ്പിൾ ആണ്. അറ്റ് ദ സെയിം ടൈം ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് നമുക്ക് പറയാവുന്നത് ഡിജിറ്റൽ ക്യാമറ, പെൻ ഡ്രൈവ്, ഇതെല്ലാം ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് നമുക്ക് പറയാം. ബിക്കോസ് ഇവിടെ തന്നെ നമുക്ക് ഡിജിറ്റൽ ക്യാമറയിൽ തന്നെ നമുക്ക് വീഡിയോ കാണാൻ സാധിക്കും. സോ അതൊരു ഔട്ട്പുട്ട് ഡിവൈസ് ആയി. ദെൻ പെൻ ഡ്രൈവ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡേറ്റ സേവ് ചെയ്യാനും പറ്റും. ആ ഡേറ്റ നമുക്ക് റീഗെയിൻ ചെയ്യാനും സാധിക്കും. അങ്ങനെ വരുമ്പോൾ അത് ഇൻപുട്ടും ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ടച്ച് സ്ക്രീൻ നമ്മൾ പറഞ്ഞു ഇൻപുട്ട് ഡിവൈസ് ആണ് വെൻ ഇൻഫർമേഷൻ ഈസ് പ്രൊവൈഡഡ് ടു ദി കമ്പ്യൂട്ടർ. ദെൻ അത് റിട്രീവ് ചെയ്യുന്ന ടൈമിൽ അത് ഔട്ട്പുട്ട് ഡിവൈസ് ആയി മാറുന്നു. CD, വെബ്ക്യാം, ഫാക്സ്, മോഡം, ഇതെല്ലാം ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയാവുന്ന കാറ്റഗറിയിൽ പെടും. സോ ഇത്രയുമാണ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസിനെ പറ്റി ബേസിക് ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നാലാമത്തേലേക്ക് പോകും. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ? സോ വാട്ട് ഈസ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ? ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈസ് എ ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഇൻ വിച്ച് സോഴ്സ് കോഡ് ഈസ് റിലീസ്ഡ് അണ്ടർ എ ലൈസൻസ്. ദാറ്റ് മീൻസ് യൂസറിന് സോഴ്സ് കോഡ് പ്രൊവൈഡ് ചെയ്യുന്നു. അതുവഴി ഈ പ്രോഗ്രാമിനെ യൂസർക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ആ പ്രോഗ്രാം എങ്ങനെയാണോ ആ പ്രോഗ്രാമിനെ വീണ്ടും എഡിറ്റ് ചെയ്ത് യൂസറിന്റെ കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിലേക്ക് മാറ്റാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ സംഭവിക്കുന്നത് ഒരു ലൈസൻസിന്റെ ബേസിൽ ഒരു കോപ്പിറൈറ്റ് ഹോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഹോൾഡർക്ക് അയാളുടെ രീതിയിൽ ഈ പറയുന്ന സോഴ്സ് കോഡ് പഠിക്കാം, അതേപോലെ സോഴ്സ് കോഡിൽ മാറ്റങ്ങൾ വരുത്താം. ദെൻ ഈ സോഫ്റ്റ്വെയർ മറ്റുള്ളവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അതിനൊക്കെയുള്ള അധികാരമാണ് ആക്ച്വലി ഈ ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ കൊണ്ട് സെക്കൻഡ് പാർട്ടിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ മേ ബി ഡെവലപ്ഡ് ഇൻ എ കൊളാബറേറ്റീവ് പബ്ലിക് മാനർ. സോ പലർക്കും പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന, പല ഡൊമൈനിൽ പല സോഫ്റ്റ്വെയർ ഒരുമിച്ച് ഉപയോഗിക്കാവുന്ന രീതിയിലും ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഈസ് എ പ്രോമിനന്റ് എക്സാമ്പിൾ ഓഫ് ഓപ്പൺ കൊളാബറേഷൻ. ഒരുമിച്ച് ഉപയോഗിക്കാവുന്ന ഒരു സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ക്യാൻ ബ്രിങ് എ ഡൈവേഴ്സ് പെർസ്പെക്റ്റീവ് ബിയോണ്ട് ദോസ് ഓഫ് എ സിംഗിൾ കമ്പനി. ഒരു കമ്പനി എന്നുള്ള കൺസെപ്റ്റ് മാറിയിട്ട് പലർക്കും ഒരേപോലെ ഉപയോഗിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോം, അതാണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ കൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. കുറച്ച് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ നമുക്ക് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ പറ്റി അറിയാം. അതൊരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. അതായത് അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സോഴ്സ് കോഡ് ഈസ് പ്രൊവൈഡഡ്. ലൈസൻസോട് കൂടി ആ സോഴ്സ് കോഡ് പ്രൊവൈഡ് ചെയ്യുകയാണ്. ആ സോഴ്സ് കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും, ഷെയർ ചെയ്യാൻ സാധിക്കും. ദെൻ അങ്ങനെ നമ്മളുടെ പ്ലാറ്റ്ഫോം വർക്ക് ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന ഓപ്പൺ സോഴ്സ് നമുക്ക് ഉപയോഗിക്കാം. അതർ എക്സാമ്പിൾസ് ആർ ഓപ്പൺ ഓഫീസ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ലിനക്സ് അറിഞ്ഞിരിക്കണം, ഓപ്പൺ ഓഫീസ് അറിഞ്ഞിരിക്കണം, തണ്ടർ ബേർഡ് അറിഞ്ഞിരിക്കണം. അതൊരു മോസിലയുടെ പ്ലാറ്റ്ഫോം തന്നെയാണ്. സോ മോസില ഈസ് ആൻ ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോം എന്നുള്ളത് ക്ലിയർ ആയിട്ട് അറിഞ്ഞേക്കുക. ദെൻ മോസില, ആൻഡ്രോയിഡ് ബിക്കോസ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മളുടേതായ രീതിയിൽ പ്രോഗ്രാംസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആൻഡ്രോയിഡ് ഒരു ഓപ്പൺ സോഴ്സ് പ്രോഗ്രാമാണ്. SQL is an open source software. Likewise, ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. വേർഡ് പ്രസ് ഇതെല്ലാം ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണെന്ന് അറിഞ്ഞേക്കുക. സോ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ മോസില ഫയർഫോക്സ് ഇസ് ദെയർ. മോസില ഫയർഫോക്സ് മാത്രമാണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. വെറസ് വേഡ് ആയാലും വിൻഡോസ് ആയാലും അക്രോബാറ്റ് റീഡർ ആയാലും ഇതെല്ലാം ക്ലോസ്ഡ് സോഴ്സ് ആണ്, ഓപ്പൺ സോഴ്സിലല്ല. അതായത് അതിന്റെ കോഡ് ഈസ് നോട്ട് ഓപ്പൺ ടു എവരി വൺ. ഇവിടെ സോഴ്സ് കോഡ് ഈസ് ഓപ്പൺ ടു എവരി വൺ. നമുക്ക് ലൈസൻസ് പ്രകാരം ഈ സോഴ്സ് കോഡ് ഉപയോഗിച്ചുകൊണ്ട് മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് ഒരേ പ്ലാറ്റ്ഫോമിൽ തന്നെ വേണമെങ്കിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഇതൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജ്. അതേപോലെ മറ്റൊരു എക്സാമ്പിൾ ആണ് VLC player. VLC player is also an open source software. Okay, examples are given. ഇതെല്ലാം ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എക്സാമ്പിൾ ആണ്. ആൻഡ്രോയിഡ് നമുക്ക് കാണാം, ഫയർഫോക്സ് കാണാം മോസിലയുടെ. Then there are many. Moving on, fifth question. Which of the following enables us to send the same letter to different persons in Word? MS വേഡിൽ ഒരു ലെറ്റർ പല ആളുകൾക്ക് അയക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണ്? സോ ദാറ്റ് ഈസ് മെയിൽ മെർജ്. ദാറ്റ് ഈസ് ഗിവൺ ഇൻ ദി ഓപ്ഷൻ ഇറ്റ്സെൽഫ്. മെയിൽ മെർജ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. സോ വാട്ട് ഈസ് മെയിൽ മെർജ്? മെയിൽ മെർജ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഓട്ടോമാറ്റിക് അഡിഷൻ ഓഫ് നെയിംസ്. ഇറ്റ് ഈസ് ആൻ ഓട്ടോമാറ്റിക് അഡിഷൻ ഓഫ് നെയിംസ്
and address from the database to letters and envelopes in order to facilitate sending mail, especially in advertising to many addresses. ഒരു സെയിം മെയിൽ, ആ ഒരു സെയിം മെയിൽ ഡിഫറെൻറ്റ് പാർട്ടീസിന് നമുക്ക് അയക്കണമെങ്കിൽ, ഒന്നിൽ കൂടുതൽ പാർട്ടീസിന് അയക്കണമെങ്കിൽ അവരുടെ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, അതായത് അഡ്രസ്സ് നമുക്കൊരു ഡേറ്റാബേസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ആ അഡ്രസ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് വീണ്ടും വീണ്ടും പല ഇൻഡിവിജ്വലിനും സെയിം മെയിൽ അയക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ് MS വേർഡിൽ മെയിൽ മെർജ് എന്ന് പറയുന്നത്. മെയിൽ മെർജ് പലതവണ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. സോ മെയിൽ മെർജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൽ മെർജ് എന്ന് പറയുന്നത് MS വേർഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ലെറ്റർ പല ഇൻഡിവിജ്വലിന് അയക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 6th ക്വസ്റ്റ്യൻ. The statement, the study, design, development, implementation, support and management of computer-based information systems, particularly software applications and computer hardware, refers to. അതായത് നമ്മൾ കമ്പ്യൂട്ടിംഗ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കമ്പ്യൂട്ടർ ടെക്നോളജിയും കമ്പ്യൂട്ടിംഗ് ഹാർഡ്വെയറും ഉപയോഗിച്ചുകൊണ്ട് അതിനെപ്പറ്റി പഠിക്കുക, ഡിസൈൻ ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ഇതെല്ലാം ഇറ്റ്സ് എ പാർട്ട് ഓഫ് വാട്ട് ഇസ് കോൾഡ് IT, information technology. If ICT were there, information and communication technology എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ICTയുടെ മറ്റൊരു പേരാണ്, അത് കമ്മ്യൂണിക്കേഷൻ കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു പേരാണെന്ന് മാത്രമേ ഉള്ളൂ. ബോത്ത് സെയിം. ഓക്കെ, സോ ICT അവിടെ ഇല്ല. അവിടെ തന്നിരിക്കുന്നത് ഇൻഫർമേഷൻ ആൻഡ് കൊളാബറേറ്റീവ് ടെക്നോളജിയാണ്. കൊളാബറേറ്റീവ് ടെക്നോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഓഫീസിൽ, ഒരു ഓഫീസ് അറ്റ്മോസ്ഫിയറിൽ ഡിഫറെൻറ്റ് പാർട്ടീസിനെ ഒരുമിപ്പിച്ചു കൊണ്ടുവരുന്ന ഒരു ടെക്നോളജി. ഓക്കെ, ഒരു ഗ്രൂപ്പിനെയോ ഒരു ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിനെയോ എല്ലാം ഒരുമിപ്പിച്ചു കൊണ്ട് ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് കൊളാബറേറ്റീവ് ടെക്നോളജി എന്ന് പറയുന്നത്. വെറസ് IT എന്ന് പറയുന്നത് ഒരു ബ്രോഡ് കൺസെപ്റ്റ് ആണ്. ഓക്കെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടേഴ്സിനെ ഹ്യൂമനെ പോലെ ചിന്തിപ്പിക്കുക, കമ്പ്യൂട്ടേഴ്സിനെ ഹ്യൂമൻ ബീയിങ്ങിന്റെ റിയാക്ഷൻ മോക്ക് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന കൺസെപ്റ്റാണ് ആക്ച്വലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 7th one. The process of copying file to CD-ROM is called, that is burning. CD-ROMിലേക്ക് ഫയൽസ് കോപ്പി ചെയ്യുന്ന പ്രോസസ്സിനെയാണ്, CD-ROMിലേക്ക് ഫയൽ കോപ്പി ചെയ്യുന്ന പ്രോസസ്സാണ് ബേണിംഗ്. വെറസ് CD-ROMിൽ നിന്നും ഫയൽസ് കോപ്പി ചെയ്യുകയാണെങ്കിൽ, ROM to computer, it is called ripping. ഓക്കെ, ഇത് കമ്പ്യൂട്ടറിൽ നിന്നും CD-ROMിലേക്ക്, CD-ROMിലേക്കാണെങ്കിൽ ഇറ്റ്സ് കോൾഡ് ബേണിംഗ്. കമ്പ്യൂട്ടറിലേക്ക് CD-ROMിൽ നിന്നും കോപ്പി ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് റിപ്പിംഗ്. ഒന്ന് നമുക്ക് നോക്കാം. ബേണിംഗ് എന്ന് പറഞ്ഞാൽ, ബേൺ ഇസ് എ കൊളോക്കിയൽ ടേം which means to write a content to CD, DVD or any other recordable disk. CD, DVD പോലുള്ള ഏതെങ്കിലും ഒരു റെക്കോർഡബിൾ ഡിസ്കിലേക്ക് ഒരു കണ്ടന്റ് എഴുതി ചേർക്കുന്നതിനെയാണ് ബേണിംഗ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ടേം സിപ്പിംഗ്. നമ്മുടെ ഓപ്ഷനിൽ കണ്ട അടുത്ത ടേമാണ്. സിപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കംപ്രസ്ഡ് ഫയൽസ് ക്രിയേറ്റ് ചെയ്യുക. അതായത് വലിയ ഫയൽ സൈസ് ഉള്ള ഐറ്റത്തിൻ്റെ ഫയലിൻ്റെ സൈസ് കുറച്ചുകൊണ്ട് കംപ്രസ് ചെയ്തുകൊണ്ട് ഒരു ആർച്ചീവ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് സിപ്പിംഗ് എന്ന് പറയുന്നത്. ദർ ആർ മെനി സോഫ്റ്റ്വെയർസ് ലൈക്ക് WinZip പോലുള്ള ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഈ സോഫ്റ്റ്വെയർസിൽ സപ്പോർട്ടോട് ചെയ്യുന്നത് വലിയ ഫയൽസിനെ ഒരുമിച്ച് ട്രാൻസ്ഫർ ചെയ്യാതെ അതിനെ സിപ്പ് ചെയ്തുകൊണ്ട്, സിപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ ചെറുതാക്കുകയാണ്, അതിനെ ചെറുതാക്കിക്കൊണ്ട് ഫയൽസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് സിപ്പിംഗ്. സോ ഡിസ്കിൻ്റെ സ്പേസ് കുറച്ച് ഉപയോഗിക്കാൻ നമുക്കിവിടെ സാധിക്കും. സോ സിപ്പിംഗ് one or more files create a compressed archive that takes up less disk space than the uncompressed version. നമ്മൾ ആ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒറിജിനൽ വെർഷനേക്കാളും വളരെ കുറച്ച് സ്പേസിൽ ഈ പറയുന്ന ഫയൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസം. It is useful for backing up files and reducing the size of data transferred over the internet. ഇന്റർനെറ്റ് വഴി നമ്മൾ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വലിയ ഫയൽസ് ആണെങ്കിൽ that will not be easy. ആ വലിയ ഫയൽസിനെ ചെറിയതാക്കി സിപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് അയക്കാൻ സാധിക്കും. അതിനെയാണ് സിപ്പിംഗ് എന്ന് പറയുന്നത്. An archive compressed stands with ZIP compression.
ഹാസ് എ ഡോട്ട് സിപ്പ് ഫയൽ എക്സ്റ്റൻഷൻ. സോ ഈ ഫയലിന്റെ സിപ്പ് ചെയ്ത ഫയലിന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഡോട്ട് ZIP ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് ആർച്ചീവ്. നമ്മൾ ആ സിപ്പ് ചെയ്ത ഫയലിനെയാണ് ആക്ച്വലി ആർച്ചീവ് എന്ന് പറയുന്നത്. സോ ദാറ്റ് വിൽ ബി ലൈക്ക് എ കളക്ഷൻ. ആ കളക്ട് ചെയ്ത് ചെറിയ ഫയലായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ചെറിയ ഫയൽ നമ്മൾ അൺസിപ്പ് ചെയ്തുകൊണ്ട് ആർക്കാണോ ട്രാൻസ്ഫർ ചെയ്ത റിസീവർക്ക് ഇത് അൺസിപ്പ് ചെയ്തുകൊണ്ട് വലിയ ഫയലായിട്ട് വീണ്ടും കൺവേർട്ട് ചെയ്യാം. അത്തരത്തിലുള്ള പ്രോസസ്സിനെയാണ് സിപ്പിംഗ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ടേം ഡിജിറ്റൈസിംഗ് ആണ്. ഡിജിറ്റൈസിംഗ് മീൻസ് കൺവേർട്ടിംഗ് ആൻ അനലോഗ് സിഗ്നൽ ഇൻ ടു ഡിജിറ്റൽ. ദാറ്റ് ഇസ് ദി ബേസിക് എക്സാമ്പിൾ. ഒരു അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യുന്ന ഏതൊരു പ്രോസസ്സും ഡിജിറ്റൈസിംഗ് ആണ്. സോ ഒരു റേഡിയോ സിഗ്നലിനെ മൈക്രോഫോൺ വെച്ച് ചെയ്യുന്നത് ഡിജിറ്റൈസിംഗ് ആണ്. മൈക്രോഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ കമ്പ്യൂട്ടറിലേക്ക് അത് ഡിജിറ്റൽ സിഗ്നൽ ആയിട്ടായിരിക്കും റെക്കോർഡ് ചെയ്യപ്പെടുക. ദിസ് ഈസ് കോൾഡ് ഡിജിറ്റൈസിംഗ്. Then ripping, as I said, ripping is the process of copying data from CD or DVD to a hard disk. This is done using software utility, often referred to as CD or DVD ripper. So നമ്മളുടെ CD-യിൽ നിന്നും ഡേറ്റ എടുത്തുകൊണ്ട് ഹാർഡ് ഡിസ്കിലേക്ക് സ്റ്റോർ ചെയ്യുന്ന ആ മെത്തേഡിനെയാണ് ആക്ച്വലി റിപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡയറക്റ്റ് ആയിട്ട് ഒപ്റ്റിക്കൽ മീഡിയയിൽ നിന്നും നമുക്ക് ഡേറ്റ റൈറ്റ് അവേ നമ്മളുടെ ഹാർഡ് ഡ്രൈവിലേക്ക് നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ്. ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ബേഡിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐ ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. വിച്ച് അൺസോളിസിറ്റഡ് email message an unsolicited email message sent to many recipients at once is called. ഒരു മെസ്സേജ് പല ഇൻഡിവിജ്വലിനും അറ്റ് എ ടൈം അയക്കുന്ന പ്രോസസ്സിനെയാണ് സ്പാമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് സ്പാം. ബിക്കോസ് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റിംഗ് മെസ്സേജസ് ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെസ്സേജ് ഒരുപാട് റെസിപ്പിയൻസിന് ഒരുമിച്ച് അയക്കുകയാണ്. ആ ഒരു ടൈപ്പ് ഓഫ് മെസ്സേജിനെയാണ് നമ്മൾ സ്പാം എന്ന് വിളിക്കുന്നത്. Okay, so you need to know what is worm, virus, threat and spam. Worm. A worm is a computer program, or you can say it's a malware. Malware എന്ന് പറയുന്നത് malicious software എന്നുള്ള രീതിയിലാണ്. Malware that spreads copies of itself from computer to computer. സ്വന്തമായിട്ട് ഒരു കമ്പ്യൂട്ടറിലേക്ക് കയറി കഴിഞ്ഞാൽ ആ കമ്പ്യൂട്ടറിൽ നിന്നും ഉടനെ തന്നെ മറ്റൊരു കോപ്പി എടുക്കുന്നു, മറ്റൊരു വീണ്ടും റിപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ട് സ്വന്തം വോമിന്റെ ഐഡന്റിറ്റി വീണ്ടും കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ടൈപ്പ് ഓഫ് പ്രോഗ്രാമിനെയാണ്, ടൈപ്പ് ഓഫ് മാൽവെയറിനെയാണ് നമ്മൾ വോം എന്ന് വിളിക്കുന്നത്. എ വോം ക്യാൻ റിപ്ലിക്കേറ്റ് ഇറ്റ് സെൽഫ് വിത്തൗട്ട് എനി ഹ്യൂമൻ ഇന്ററാക്ഷൻ ആൻഡ് ഇറ്റ് ഡസ് നോട്ട് നീഡ് to attach itself to a software program in order to cause damage. So ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത് ഈ ഒരു സെന്റൻസ് ആണ്. ബിക്കോസ് വൈറസ് ആൻഡ് വോം, വൈറസ് വേഴ്സസ് വോം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ഇതാണ്. ഒരു വോം ആണെങ്കിൽ, വോമും മാലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ്, അതേപോലെ വൈറസും മാലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ്. ബട്ട് വോമിന് റിപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കും, അതേപോലെ വൈറസിന് റിപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഇവിടെ ഓർക്കേണ്ടത് വോമിന് റിപ്ലിക്കേറ്റ് ചെയ്യാവുന്നത് വിത്തൗട്ട് ഹ്യൂമൻ ഇന്റർവെൻഷൻ ആണ്. അതായത് ഒരു ഫയലിലും അറ്റാച്ച് ചെയ്യാതെ തന്നെ സ്വന്തമായിട്ട് വോമിന് റിപ്പീറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, റിപ്പീറ്റേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് കൂടുതൽ ഡാമേജസ് വോം ഉണ്ടാക്കി വയ്ക്കും. ഇറ്റ് ഡസ് നോട്ട് നീഡ് ടു അറ്റാച്ച് ഇറ്റ് സെൽഫ് ടു എ സോഫ്റ്റ്വെയർ പ്രോഗ്രാം ഇൻ ഓർഡർ ടു കോസ് ഡാമേജ്. ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാം ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സ്പ്രെഡ് ചെയ്യേണ്ട കാര്യമില്ല. വൈറസസ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമിന്റെ സപ്പോർട്ടോട് കൂടിയായിരിക്കും ഈ വൈറസ് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത്. വേറെ വോംസ് ആണെങ്കിൽ സ്വയം, വോം എന്ന് പറയുന്ന പ്രോഗ്രാമിന് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് സ്വയം പോകാൻ സാധിക്കും വിതൗട്ട് ദി സപ്പോർട്ട് ഓഫ് എനി സോഫ്റ്റ്വെയർ പ്രോഗ്രാം. ദാറ്റ് ഈസ് ദി ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ വൈറസ് ആൻഡ് വോം. വൈറസ് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, ദാറ്റ് ഈസ് എ മാലീഷ്യസ് സോഫ്റ്റ്വെയർ ലോഡഡ് ഇൻ ടു എ യൂസേഴ്സ് കമ്പ്യൂട്ടർ വിത്തൗട്ട് യൂസേഴ്സ് നോളജ്. യൂസറിന്റെ അറിവില്ലാതെ അയാൾ ഓപ്പൺ ചെയ്യുന്ന അല്ലെങ്കിൽ അയാളുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യപ്പെട്ട ഒരു ടൈപ്പ് ഓഫ് മാലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ് വൈറസ്. ഓക്കെ, ഇറ്റ് പെർഫോം മാലീഷ്യസ് ആക്ഷൻസ്. ഇറ്റ് ക്യാൻ സെൽഫ് റിപ്ലിക്കേറ്റ്, ഇൻസെർട്ടിംഗ് ഇറ്റ് സെൽഫ് ഇൻ ടു അതർ പ്രോഗ്രാംസ് ആൻഡ് ഫയൽസ്, ഇൻഫെക്റ്റിംഗ് ദെം ഇൻ ദി പ്രോസസ്. ദാറ്റ് മീൻസ് വൈറസ് ഒരു കമ്പ്യൂട്ടറിൽ കയറി കഴിഞ്ഞാൽ അത് വേറൊരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമായിട്ട് അറ്റാച്ച് ചെയ്യപ്പെടുന്നു. അതായിരുന്നു ബേസിക് ഡിഫറൻസ് വെൽ കമ്പയറിംഗ് വിത്ത് വോം.
മറ്റൊരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമുമായിട്ട് അറ്റാച്ച് ചെയ്യപ്പെട്ടുകൊണ്ട് ആ സോഫ്റ്റ്വെയർ പ്രോഗ്രാമിന്റെ ഫയൽസിനെ നശിപ്പിക്കുന്നു. അതേപോലെ ഈ സോഫ്റ്റ്വെയർ മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യപ്പെടുവാണെങ്കിൽ അതുവഴി വലിയ ഡാമേജസ് ഉണ്ടാക്കാൻ വൈറസിന് സാധിക്കും. അറ്റ് സെയിം ടൈം നമ്മൾ അറിയേണ്ടത് വൈറസ് എന്ന് പറയുന്നത് എല്ലാ വൈറസുകളും ഡിസ്ട്രക്റ്റീവ് അല്ല. ഓക്കെ, അടുത്തത് ലെറ്റ്സ് സീ ദി ഡിഫറൻസ് ബിറ്റ്വീൻ വൈറസ് ആൻഡ് വോംസ്. വൈറസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇത് ആദ്യം തന്നെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്യപ്പെടുന്നു ആൻഡ് ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമിലേക്ക് അറ്റാച്ച് ചെയ്യപ്പെടുന്നു. വോം ആണെങ്കിൽ ഇത്തരത്തിലുള്ള അറ്റാച്ച്മെന്റിന്റെ യാതൊരു ആവശ്യവുമില്ല. അവര് തനിയെ നിൽക്കുവാണ്, അല്ലാതെ വേറൊരു പ്രോഗ്രാമിലേക്ക് അറ്റാച്ച് ചെയ്യപ്പെടുന്നില്ല. Then needs user action to abet their propagation. യൂസർ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഈ വൈറസ് വീണ്ടും സ്പ്രെഡ് ചെയ്യൂ. Whereas വോം ആണെങ്കിൽ സെൽഫ് പ്രൊപ്പഗേഷൻ ആണ്, സ്വന്തമായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. അവിടെ യൂസറിന്റെ ഒരു ആക്ഷൻ ആവശ്യമായിട്ട് വരില്ല. Then damages caused is mostly local to machine. നോർമലി വൈറസ് കൊണ്ടുള്ള അറ്റാക്ക് എന്ന് പറയുന്നത് ഒരു മെഷീന് മാത്രമായിരിക്കും നോർമൽ സിറ്റുവേഷനിൽ സംഭവിക്കുന്നത്. വെറസ് വോം ആണെങ്കിൽ നെറ്റ്വർക്ക് വഴി സ്വയം സ്പ്രെഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ ബാൻഡ് വിഡ്ത്തിനെ അത് എഫക്റ്റ് ചെയ്യും, അതേപോലെ മറ്റ് കമ്പ്യൂട്ടേഴ്സിനെയും ഡയറക്ട്ലി അത് എഫക്റ്റ് ചെയ്യും. വൈറസിന്റെ കേസിൽ സോഫ്റ്റ്വെയർ പ്രോഗ്രാം മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് കൊണ്ടുപോയാൽ മാത്രമേ ആ കമ്പ്യൂട്ടറിൽ വൈറസ് അറ്റാക്ക് നടക്കുകയുള്ളൂ. ദെൻ വൈറസ് സ്പ്രെഡ് ക്വയറ്റ് സ്ലോലി വൈൽ കമ്പയറിംഗ് വിത്ത് വോം. വോം എന്ന് പറയുന്നത് ഫാസ്റ്റർ ആണ്, സ്പ്രെഡ് റാപ്പിഡ് ആണ്. വെറസ് വൈറസ് എന്ന് പറയുന്നത് വളരെ സ്ലോലി ആൻഡ് ഗ്രാജുവലി മാത്രമേ സ്പ്രെഡ് ചെയ്യപ്പെടൂ. ദീസ് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ വൈറസ് ആൻഡ് വോം. ത്രെറ്റ് എന്ന് പറയുന്നത് ഒരു പോസിബിൾ ഡേഞ്ചർ ആണ്. നെക്സ്റ്റ് ടൈം ത്രെറ്റ് ആണ്. ത്രെറ്റ് എന്ന് പറയുന്നത് ഒരു പോസിബിൾ ഡേഞ്ചർ that might exploit a vulnerability to breach security and therefore cause possible harm. നമ്മുടെ കമ്പ്യൂട്ടറിനെ ഹാം ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു പോസിബിൾ ഡേഞ്ചർ, അതിനെയാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ ത്രെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ഇസ് സ്പാമിംഗ്. ആസ് ഐ സെഡ്, ഒരു അൺസോളിസിറ്റഡ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അൺസോളിസിറ്റഡ് മെയിൽ പല ഇൻഡിവിജ്വൽസിനും ഒരേ രീതിയിൽ അയക്കുകയാണെങ്കിൽ അതിനെയാണ് സ്പാമിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബേസിക്കലി ഡൺ ഫോർ കൊമേഴ്ഷ്യൽ പർപ്പസ്. നോൺ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ചില ഐറ്റത്തിനും, ലൈക്ക് ഒരു പ്രൊഹിബിറ്റഡ് പർപ്പസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗവൺമെന്റ് ആയിട്ട് അലോ ചെയ്യാത്ത കാര്യങ്ങൾക്കോ ഒക്കെ വേണ്ടി സ്പാമിംഗ് ചെയ്യാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ. ഡാഷ് ഈസ് എ ടൈപ്പ് ഓഫ് മെമ്മറി സർക്യൂട്ടറി ദാറ്റ് ഹോൾഡ്സ് കമ്പ്യൂട്ടേഴ്സ് സ്റ്റാർട്ടപ്പ് റൂട്ടീൻ. സോ റിം ഈസ് ഗിവൺ. അങ്ങനെ ഒരു മെമ്മറി നമുക്ക് കാണാൻ സാധിക്കില്ല. റീഡ് ഇനീഷ്യൽ മെമ്മറി, നോ. റാം, റോം, ക്യാച്ചി മെമ്മറി. റാം എന്ന് പറയുന്നത് റാൻഡം ആക്സസ് മെമ്മറിയാണ്. റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് കമ്പ്യൂട്ടർ ഓൺ ആയി കഴിയുമ്പോൾ ഈ റാൻഡം ആക്സസ് മെമ്മറി വർക്ക് ചെയ്യാൻ തുടങ്ങും. ഓഫ് ആയി കഴിയുമ്പോൾ ഈ റാൻഡം ആക്സസ് മെമ്മറി എൻഡ് ചെയ്യും. വീണ്ടും ഒന്നേന്ന് തുടങ്ങുമ്പോഴാണ് റാൻഡം ആക്സസ് വർക്ക് ചെയ്യുന്നത്. സോ ഇറ്റ്സ് നോട്ട് എ പെർമനന്റ് മെമ്മറി, ഇതൊരു വോളറ്റൈൽ മെമ്മറിയാണ്. വെറസ് റോം എന്ന് പറയുന്നത് റീഡ് ഓൺലി മെമ്മറിയാണ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ പെർമനന്റ് മെമ്മറി. വോളറ്റൈൽ അല്ല, പെർമനന്റ് ആണ്, സ്ഥിരമായിട്ട് നിലനിൽക്കുന്ന മെമ്മറിയാണ്. ഓക്കെ, മൂന്നും തമ്മിൽ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. റാമും റോമും എടുക്കുകയാണെങ്കിൽ, ദി കീ ഡിഫറൻസ് ബിറ്റ്വീൻ റാം ആൻഡ് റോം ഈസ് ദാറ്റ് റാം ഈസ് ബേസിക്കലി എ റീഡ് റൈറ്റ് മെമ്മറി. മീൻസ് നമ്മളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കമ്പ്യൂട്ടർ ചെയ്യുന്നുണ്ടോ അതെല്ലാം റാമിന്റെ സപ്പോർട്ടോട് കൂടിയാണ്. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് റീഡ് റൈറ്റ് ആപ്ലിക്കേഷൻ. ഓക്കെ, വെറസ് നമുക്ക് റീഡ് ചെയ്യാം, നമുക്ക് റൈറ്റ് ചെയ്യാം, ഇതെല്ലാം റാം സപ്പോർട്ടോട് കൂടിയാണ് നടക്കുന്നത്. വെറസ് റോം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി റിട്ടേൺ ചെയ്ത കാര്യങ്ങൾ റീഡ് ചെയ്യുക മാത്രമാണ് റോമിന്റെ പാർട്ടായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് അതിനെ റീഡ് ഓൺലി മെമ്മറി എന്ന് വിളിക്കുന്നത്. സോ റാം ഇസ് എ ടെമ്പററി മെമ്മറി, ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് വോളറ്റൈൽ മെമ്മറി. ടെമ്പററി മെമ്മറിയാണ്. CPU-നെ പ്രോസസ്സ് ചെയ്യിക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന മെമ്മറി മാത്രമാണ് റാം. ഓൺ ദി അതർ ഹാൻഡ്സ് റോം എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രക്ഷൻസ് ആൻഡ് റോം എന്ന് പറയുന്നത് ഒരു സ്റ്റോറിംഗ് മെമ്മറിയാണ്. നമുക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ്, നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്യപ്പെടുന്നത് റോമിലാണ്. സോ നമ്മളുടെ ബൂട്ട് സ്ട്രാപ്പ് ആയാലും കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുന്ന ബൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട്, ബൂട്ടിംഗ് മീൻസ് ഓപ്പണിംഗ്, പ്രോഗ്രാം ഓപ്പൺ ചെയ്യുന്ന പ്രോസസ്സാണ്. ബൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളായാലും എന്ത് തന്നെയായാലും അത് നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത് റോമിലാണ്.
നമ്മളുടെ ക്വസ്റ്റ്യൻ, ദി മെമ്മറി സർക്യൂട്ടറി ദാറ്റ് ഹോൾഡ്സ് കമ്പ്യൂട്ടേഴ്സ് സ്റ്റാർട്ടപ്പ് റൂട്ടീൻ. സ്റ്റാർട്ടപ്പ് റൂട്ടീൻ എന്ന് പറയുന്നത് എപ്പോഴും നടക്കുന്ന ആക്ടിവിറ്റിയാണ്. അത്തരത്തിലുള്ള എന്ത് ആക്ടിവിറ്റി ആയാലും അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് റീഡ് ഓൺലി മെമ്മറിക്കകത്താണ്. സോ ദി ആൻസർ ഈസ് റോം. ക്യാച്ചി മെമ്മറി എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. ക്യാച്ചി മെമ്മറി ഈസ് ആൻ എക്സ്ട്രീംലി ഫാസ്റ്റ് മെമ്മറി ടൈപ്പ്, ആക്ട്സ് ആസ് എ ബഫർ ബിറ്റ്വീൻ റാം ആൻഡ് CPU. നമ്മൾ ഓൾറെഡി പറഞ്ഞു, റാമിൽ നിന്നും, അതായത് റാൻഡം ആക്സസ് മെമ്മറിക്ക് റാമിൽ നിന്നും ഐറ്റംസ് റാൻഡം ആക്സസ് മെമ്മറിയിലേക്ക് എത്തണമെങ്കിൽ, ഓക്കെ, നേരെ തിരിച്ച് CPU-യിൽ നിന്നും, ഓക്കെ, ദാറ്റ്സ് റൈറ്റ്, ഈ പറയുന്ന CPU-യിലേക്ക് മെയിൻ മെമ്മറിയിൽ നിന്നും ഐറ്റംസ് എത്തണമെങ്കിൽ ഒരു ടൈം ഡിലേ ഉണ്ടാവും. ഓരോ പ്രോസസ്സ് നടത്താൻ വേണ്ടി ഒരു ടൈം ഡിലേ വരും. ഇത്തരത്തിലുള്ള ടൈം ഡിലേ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി എപ്പോഴും നമ്മൾ സെർച്ച് ചെയ്യുന്ന ഐറ്റംസ് അതൊരു ക്യാച്ചി മെമ്മറി ആയിട്ട്, അതായത് ഇൻ ബിറ്റ്വീൻ ഒരു മെമ്മറി ആയിട്ട് സേവ് ചെയ്യപ്പെടും. ഇതൊരു ഹൈ സ്പീഡ് മെമ്മറിയാണ്, അതായത് റാമിനേക്കാൾ സ്പീഡായിരിക്കും ക്യാച്ചി. സംഭവിക്കുന്നത് റൈറ്റ് അവേ നമുക്ക് വേണ്ട ഐറ്റം സ്ഥിരമായിട്ട് സെർച്ച് ചെയ്യുന്നതാണെങ്കിൽ റൈറ്റ് അവേ ആക്സസ് ചെയ്യാൻ വേണ്ടി മെയിൻ മെമ്മറിയിൽ പോവാതെ ഇൻ ബിറ്റ്വീൻ ഒരു മെമ്മറി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ആ ഇൻ ബിറ്റ്വീൻ മെമ്മറിയാണ് ക്യാച്ചി. സോ ഇവിടെ നിന്നും നമുക്ക് പ്രോഗ്രാം CPU-യിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതിനെയാണ് ക്യാച്ചി മെമ്മറി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഹോൾഡ്സ് ഫ്രീക്വൻലി റിക്വസ്റ്റഡ് ഡേറ്റ. ഇങ്ങനെ ഒരു പ്രോസസ്സ് വന്നാൽ മാത്രമേ നമുക്ക് ക്യാച്ചി മെമ്മറിയുടെ യൂസ് ഉള്ളൂ. സ്ഥിരമായിട്ട് നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുന്ന ഡേറ്റ, എപ്പോഴും ഉപയോഗിക്കുന്ന ഡേറ്റ, അത് മെയിൻ മെമ്മറി കൊണ്ടേ സ്റ്റോർ ചെയ്യാതെ മെയിൻ മെമ്മറിയിൽ നിന്നും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടി ഇൻ ബിറ്റ്വീൻ നമുക്ക് നടുക്ക് സേവ് ചെയ്യാവുന്ന ക്യാച്ചിയിൽ കൊണ്ടേ സേവ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇൻസ്ട്രക്ഷൻസ് ആർ ഇമ്മീഡിയറ്റ്ലി അവൈലബിൾ ടു CPU. CPU ഓരോ ഇൻസ്ട്രക്ഷൻ വരുമ്പോഴും ഡയറക്ട്ലി മെയിൻ മെമ്മറിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇൻ ബിറ്റ്വീൻ CPU-യിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ക്യാച്ചി മെമ്മറി വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ആക്സസ് ചെയ്യുന്നത് വഴി കമ്പ്യൂട്ടിംഗ് സ്പീഡ് കൂട്ടാൻ സാധിക്കും. അതാണ് ആക്ച്വലി ക്യാച്ചി മെമ്മറിയുടെ മെയിൻ യൂസ്. ക്യാച്ചി മെമ്മറി ഈസ് യൂസ്ഡ് ടു റെഡ്യൂസ് ദി ആവറേജ് ടൈം ടു ആക്സസ് ഡേറ്റ ഫ്രം മെയിൻ മെമ്മറി. ആസ് ഐ സെഡ്, മെയിൻ മെമ്മറിയിൽ നിന്നും CPU-യിലേക്ക് ഓരോ ഐറ്റവും എത്തുന്ന ആവറേജ് ടൈം അത് റെഡ്യൂസ് ചെയ്തുകൊണ്ട് ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ക്യാച്ചി മെമ്മറി യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഐറ്റംസ് മാത്രം സ്റ്റോർ ചെയ്യപ്പെടുന്ന സെപ്പറേറ്റ് മെമ്മറിയാണ് ക്യാച്ചി. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, an ASCII is a character encoding scheme that is employed by personal computers in order to represent various characters, numbers and control keys that the computer user selects on a keyboard. ASCII is an acronym for, ആക്ച്വലി ASCII കൊണ്ട് ഉദ്ദേശിക്കുന്നത് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് ആണ് നമ്മളുടെ ആദ്യത്തെ ഓപ്ഷൻ. സോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു 7 ഡിജിറ്റ് കോഡാണ്, 7 ബിറ്റ് ക്യാരക്ടർ വരുന്ന ഒരു കോഡ്. ഈ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ കമ്പ്യൂട്ടർ വഴി ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് ചെയ്യുക. കീബോർഡ് വഴി പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ കമ്പ്യൂട്ടറിന് ആക്സസ് ചെയ്യാവുന്ന രീതിയിൽ മറ്റൊരു യുണിക് ക്യാരക്ടറിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന രീതിയാണ് ASCII കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ASCII കോഡ് ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. It is a 7-bit character code where every single bit represents a unique character. ഓരോ സിംഗിൾ ബിറ്റ് വരുമ്പോഴും ഒരു ഡിഫറെന്റ് ക്യാരക്ടർ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ യൂണിക് ക്യാരക്ടർ ഉപയോഗിച്ചുകൊണ്ട് കമ്പ്യൂട്ടറിന് മനസ്സിലാക്കുന്ന ലാംഗ്വേജിലേക്ക് പ്രോഗ്രാമിനെ കൺവേർട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കോഡിനെയാണ് നമ്മൾ ASCII എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദി ഡേ. നമ്മൾ ഓരോ സെഷനിലും ഡിസ്കസ് ചെയ്യുന്നത് 10 ക്വസ്റ്റ്യൻസ് ഈച്ച് ആയിരിക്കും. ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു.